മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇതുവരെ സ്ഥിരീകരിച്ചത് 3 മരണം. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരം. മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ ദുരന്തബാധിത മേഖല സന്ദർശിക്കും. വയനാട്ടിൽ റെഡ് അലേർട്ട് തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലേർട്ട്. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. നാസിക്കിൽ 300 മില്ലിമീറ്റർ വരെ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മേഘവിസ്ഫോടനത്തിനും സാധ്യത. മുംബൈയിൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ കേന്ദ്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഇന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിക്കാൻ സാധ്യത. വിജിലൻസ് ഡയറക്ടർ മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. സുഗതന് നിർണായകം. 6 മാസം ജയിലിലടയ്ക്കണമെന്ന് കാപ്പ ഉപദേശക സമിതി. ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം തുലാസിൽ. ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ച അമേരിക്ക. സിറിക്, ബന്ദർ അബ്ബാസ് നഗരങ്ങളിലും ഖേഷം ദ്വീപിലും മിസൈൽ ആക്രമണം. ലക്ഷ്യം വെച്ചത് മിസൈൽ സംവിധാനങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും. ഹോർമുസിലെ ആക്രമണത്തിനുള്ള മറുപടി എന്ന് വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലേക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ച. ഫുട്ബോളിൽ വീണ്ടും മെസ്സി മാജിക്. ആവേശപ്പോരിൽ ഈജിപ്തിനെ കീഴടക്കി അർജന്റീന ലോകകപ്പ് ക്വാർട്ടറിൽ. മെസ്സിപ്പരയുടെ ജയം 2-3 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ കൊളംബിയയെ തകർത്ത് സ്വിറ്റ്സർലൻഡും ക്വാർട്ടറിൽ.